എന്താണ് വിശ്വാസം? നമ്മളെല്ലാവരും പറയാറുണ്ട്, നമുക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും നടക്കാത്തത്. യേശു തന്നെ ലാസറിൻ്റെ കല്ലറയിൽ വന്നിട്ട് പറഞ്ഞത് ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചു. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? വിശ്വാസത്തോടെ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴും എന്ന് പറഞ്ഞാൽ അതും സാധിക്കും എന്ന് പറഞ്ഞ് മല മാറ്റണമെന്നല്ല അർത്ഥം. മറിച്ച് എന്താണ്? മല പോലെയുള്ള നിൻ്റെ പ്രശ്നങ്ങൾ വിശ്വാസത്തോടെ നടത്തുന്ന പ്രാർത്ഥന വഴി കടലിൽ ചെന്ന് പതിക്കും, നിൻ്റെ പ്രശ്നങ്ങൾ നീങ്ങും. വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് പല പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ വ്യക്തിക്കും എന്ത് വേണം? വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് അളക്കുന്നത് വിശ്വാസം എന്താണെന്ന് പഠിച്ചിട്ടാണ്. എന്താണ് വിശ്വാസം? ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്തതിൻ്റെ നിശ്ചയം. അനേകം വർഷങ്ങളായിട്ട് നമ്മൾ മനസ്സിൽ കയറിയിരിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചുള്ള ഡെഫിനിഷനായത്. ആശിക്കുന്നതിൻ്റെ, പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്തതിൻ്റെ നിശ്ചയം. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ ആശിക്കുകയാണ്, എനിക്ക് ക്രിസ്മസ് ബമ്പർ 3 കോടി എനിക്ക് അടിക്കും. ഞാനത് അങ്ങ് വിശ്വസിക്കുകയാണ്. കാരണം കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, പൈസയ്ക്ക് ആവശ്യമുണ്ട്. ഈ വിശ്വാസവുമായി പ്രിയമുള്ളവർ ഈ വഴിയിലൂടെ അനേകം പേര് പോകാറുണ്ട്. അതുകൊണ്ടാണ് പലരും തൂത്തുട്ടിച്ചാപ്പലിൻ്റെ വാതിൽക്ക് വരുമ്പോൾ നിർത്താറുണ്ട്. എന്തിനാണെന്നറിയോ? നമ്മൾ വെച്ചിരിക്കുന്ന മരത്തിൻ്റെ കീഴെ പുറത്തൊരു ലോട്ടറിക്കാരൻ ഇരിപ്പുണ്ട്. പോകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും? അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. പലരും പൈസ ഇടാൻ വേണ്ടിയല്ല, മറിച്ച് എന്താണ്? ഒരു പക്ഷേ നാളെയാണ് നാളെയാണ് നാളെയാണ്. എന്ത്? ആ ഭാഗ്യവാൻ ഒരു പക്ഷേ നീ ആയിരിക്കാം. ഈ വിശ്വാസത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ലോട്ടറി എടുക്കുന്നുണ്ട്. അതിലൊരാൾക്ക് മാത്രമേ ലോട്ടറി അടിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ മുഴുവൻ വിശ്വാസം എന്തായി തീർന്നു? വ്യർത്ഥമായി തീർന്നു. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ആശിച്ചിട്ട് കിട്ടുമെന്ന് വിചാരിച്ചാൽ കിട്ടും എന്ന് ഉള്ള ഉറപ്പല്ല വിശ്വാസം. പിന്നെന്താണ്? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഞാനിപ്പോൾ പറയുകയാണ്, എൻ്റെ മനസ്സിലൊരു ആശയം കയറി, ഒരു കാര്യം മനസ്സിലങ്ങ് ഉറപ്പിച്ചു. എന്താണ്? ഈ ചാപ്പലിൻ്റെ മുൻവശത്ത് 5 കാട്ടാന വന്ന് നിൽപ്പുണ്ട്. ഇനി എൻ്റെ പ്രശ്നം എന്താണ്? എൻ്റെ മനസ്സതങ്ങ് ഉറച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ 5-6 കാട്ടാന വന്ന് നിൽപ്പുണ്ട്. എനിക്കിതിൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. അതിന് വിശ്വാസം എന്ന് പേര് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ്? പ്രത്യാശിക്കുന്ന ദൈവരാജ്യം ലഭിക്കും എന്ന ഉറപ്പ്, ദൈവരാജ്യം ലഭിക്കുമെന്ന ഉറപ്പ്, കാണപ്പെടാത്ത ദൈവം, കാണപ്പെടാത്ത സ്വർഗം, സ്വർഗീയ കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിനുള്ളിൽ കിട്ടുന്ന വ്യക്തമായ ബോധ്യ നിശ്ചയം. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുന്നതിന് പറയുന്ന പേരാണ് എന്ത്? വിശ്വാസം. എനിക്ക് ദൈവരാജ്യ അനുഭവം ലഭിക്കും. 2, ഇങ്ങനെ കാണപ്പെടാൻ പറ്റാത്ത എൻ്റെ കണ്ണുകൾക്കും എൻ്റെ ശരീരങ്ങൾക്കും അപ്പുറത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഒരു നിശ്ചയം, ഒരു ഉറപ്പ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വിശ്വാസം ഉണ്ടാകുന്നത്. ഇപ്പം ഞാനിവിടുന്ന് അനൗൺസ് ചെയ്യുകയാണ്, ജോലിയില്ലാതെ ഇവിടെ 5 പേര് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ദുബായിൽ ജോലി താല്പര്യമുള്ള 5 പേര് എന്നെ കണ്ടാൽ അടുത്ത ആഴ്ചയിൽ ജോലിക്ക് അവരെ വിടാം. 5 ചെറുപ്പക്കാർ വന്നു. അവർ വന്നത് എന്നെ വിശ്വസിച്ചിട്ടല്ല, മറിച്ച് എന്താണെന്നറിയാൻ വേണ്ടി വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ 5 പേരും ജോലിക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്, ഞങ്ങൾക്ക് 5 പേർക്കൂടെ ജോലിയില്ല. ഞാൻ പറഞ്ഞു, ദുബായിലാണ് ജോലി. ഉടനെ ആ പുള്ളി പറഞ്ഞു, ഞങ്ങൾക്ക് ദുബായി പോകാൻ താല്പര്യമില്ല ഒരാളെന്ന് പറഞ്ഞു. അപ്പം ഇയാൾക്ക് ആശയില്ല, ജോലി ഉറപ്പാണ്, കിട്ടുമെന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറഞ്ഞു. നിങ്ങൾക്ക് വലിയൊരു ശമ്പളത്തിൽ, 1,00,000 രൂപ ശമ്പളത്തിൽ ഇതാ വിദേശത്ത് ജോലി ഉറപ്പാണ്. പക്ഷേ ഈ പുള്ളിക്ക് എന്തില്ല? വിദേശത്ത് പോകാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് അയാൾക്ക് എന്ത് കിട്ടുകയില്ല? റിസൾട്ട് ഇല്ല. കാരണം എന്താ? അയാൾക്ക് ശമ്പളം കിട്ടുകയില്ല.
കാരണം അയാൾക്ക് പോകാൻ ആഗ്രഹമില്ല. അപ്പോൾ ആശ വേണം, പ്രത്യാശ ഉണ്ടാകണം, ആഗ്രഹം വേണം. ഇനി അടുത്ത ആൾക്ക് ഞാൻ ചോദിച്ചു, ഗൾഫിൽ പോകാൻ ആഗ്രഹമാണോ? എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു, നീ ഒരുങ്ങിക്കോ, സംഗതി റെഡിയാണ്. ജൂൺ 15-ാം തീയതി നീ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നാൽ മതി, എല്ലാ കാര്യങ്ങളും അവിടെ റെഡി ആയിരിക്കും, നീ കയറിപ്പോയാൽ മതി. അവൻ പുറത്തോട്ടിറങ്ങിയിട്ട് ഒരു 5-6 പേരോട് ചോദിക്കും, ഇതിനു മുമ്പ് തിരുമേനി പറഞ്ഞ് ആരെങ്കിലും വിടാൻ പറ്റിയിട്ടുണ്ടോ? ഇതുപോലെ ആരെങ്കിലും പോയിട്ടുണ്ടോ? അന്നേരം ഇവിടെ ഇരുന്ന കുറച്ച് പിള്ളേർ പറഞ്ഞ്, പലരോടും തിരുമേനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്നേ വരെ ആരും പോയിട്ടില്ല. അവന് പോകാൻ ആഗ്രഹമുണ്ട്. അവൻ നേരെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞ ഡേറ്റിലും സമയത്തിലും ഇവനെന്ത് ചെയ്തില്ല, അതിനോട് റെസ്പോണ്ട് ചെയ്തില്ല. കാരണം എന്താ? ഞാൻ പറഞ്ഞ കാര്യത്തിൽ അവൻ എന്തില്ല, നിശ്ചയമില്ല. ഞാൻ ഈ വ്യക്തിക്ക് ജോലി കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള വ്യക്തിയാണ്. പക്ഷെ ഒരാൾക്ക് നിശ്ചയമില്ല, ഒരാൾക്ക് ആഗ്രഹമില്ല. മൂന്നാമത്തെ ഒരാളെ ഞാൻ പറഞ്ഞു, ഇതാ ദുബായിലാണ് ജോലി, എല്ലാ കാര്യങ്ങളും റെഡിയാണ്, അവന് ആഗ്രഹമുണ്ട്, ലഭിക്കുമെന്നൊരു ചെറിയ ഉറപ്പുമുണ്ട്. പക്ഷേ അവൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് എന്നോട് ചോദിക്കുക, 15-ാം തീയതി രാവിലെ ഞാൻ നെടുമ്പാശ്ശേരി വന്നാൽ മതിയായിരിക്കുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു മതി. അന്നേരം എന്നോട് ചോദിച്ചു, അല്ല അന്നേരം വിസയുടെ കാര്യം എങ്ങനെയാ? വിസ അവിടെ വരുമ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കുമോ? എന്താ അവൻ എന്നോട് ചോദിക്കാൻ കാര്യം? അവന് ഉറപ്പില്ല. ഞാനിത് ശരിയാക്കി കൊടുക്കുമെന്നുള്ള ഉറപ്പവന് ഇല്ല. ടിക്കറ്റിൻ്റെ കാര്യം എങ്ങനെയാ? അവൻ വീണ്ടും എന്നോട് ചോദിക്കുക. ഞാനവിടെ ചെന്നിറങ്ങിയാൽ ആരാ എന്നെ കൊണ്ടുപോകുന്നത്? ഇവൻ എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ ചോദ്യങ്ങൾ എന്തിൽ നിന്നുളവാകുന്ന ചോദ്യമാണ്? എന്നിലുള്ള അവൻ്റെ വിശ്വാസരാഹിത്യത്തിൻ്റെ അടയാളങ്ങളാണ് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ. അപ്പോഴാണ് ഈ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലുലു മാർട്ടിൻ്റെ ഉടമ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? യൂസഫ് അലി. അങ്ങനെ യൂസഫ് അലി ഒരു ദിവസം ഇവിടെ വന്നു. അപ്പോൾ യൂസഫ് അലി പറഞ്ഞ്, ഈ ഇവിടെ ധ്യാനം കൂടുന്ന ഒരു 5 ചെറുപ്പക്കാർക്ക് ഞാൻ ജോലി കൊടുത്തേക്കാം. അപ്പോൾ ഞാനിവിടെ അനൗൺസ് ചെയ്ത്, ഇതാ 5 പേർക്ക് ദുബായിൽ ജോലി കിട്ടാൻ പോവാണ്, നിങ്ങൾ താല്പര്യമുള്ളവർ വരാൻ പറഞ്ഞു. 5 പേർ ഓടി വന്നു. യൂസഫ് അലി നേരിട്ട് അവിടെ ചോദിച്ചു, നീ എന്നാ പഠിച്ചതാ? MBA. സർട്ടിഫിക്കറ്റ് ഉണ്ടോ? കോപ്പി ഉണ്ടോ? എടുക്ക്. പാസ്പോർട്ടിൻ്റെ കോപ്പി ഉണ്ടോ? എല്ലാം മേടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോയി. എന്നിട്ട് പറഞ്ഞു, നെടുമ്പാശ്ശേരിയിൽ ഇന്ന ദിവസം നീ എത്തിയാൽ മതി, ദുബായിൽ ഇന്ന എയർപോർട്ടിൽ നീ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. പ്രിയമുള്ളവരെ, ഈ 5 അണ്ണന്മാരും എന്തു ചെയ്യും? യൂസഫ് അലിയെ വിളിച്ച്, അവിടെ വല്ലവരും ഞങ്ങളെ കൊണ്ടുപോകാൻ വരുമോ? ഇവിടെ ഉണ്ടാവുമോ? ചോദിക്കത്തില്ല. കാരണം എന്താ? ആ മനുഷ്യന് അത് കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് ഈ സർട്ടിഫിക്കറ്റ് മേടിച്ചവന് എന്തുണ്ട്? 100% ഉറപ്പുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് ചോദ്യമില്ല, ഉത്തരവില്ല. അയാൾ നേരെ എന്തു ചെയ്യുക? നേരെ ഈ വ്യക്തി നെടുമ്പാശ്ശേരി ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽപ്പുണ്ട്. അയാളുടെ കാർഡ്, അത് ലുലു മാർട്ടിൻ്റെ കാർഡാണ്. ലുലു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാറയിലിറങ്ങി കഴിക്കുന്ന പേപ്പർ, അവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന പേപ്പറുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഇമെയിലിൽ വന്നിരിക്കുന്ന പേപ്പറുമായിട്ട് അവിടെ പോകുന്നത് കണ്ടപ്പോൾ തന്നെ ആ ചെറുപ്പക്കാരൻ വിളിച്ചു, ഇങ്ങോട്ടുള്ളതാണ്, യൂസഫ് അലി പറഞ്ഞ ആളാണ്. തപ്പി കണ്ടുപിടിച്ചാൽ അവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? ഓടി നടന്ന് ആൾക്കാർ, നിങ്ങൾ യൂസഫ് അലി പറഞ്ഞ ആളാണോ? വേണേ 1000 10,000 പേരോട് ചോദിക്കും, നിങ്ങളാണോ യൂസഫ് അലി പറഞ്ഞ ആൾ? ഇറങ്ങുന്നവരോട് ചോദിക്കും. അങ്ങനെ ചോദിച്ച ആളെ കണ്ടുപിടിച്ച് തെരഞ്ഞു പിടിച്ച്, അല്ലെങ്കിൽ ഒരു ബോർഡുമായിട്ട് നിൽക്കും, ഇതാ ലുലു മാർട്ടിലേക്ക് ജോലിക്കുള്ളവർ ഈ ബോർഡിന് കീഴിലേക്ക് വരണം. നമ്മളവിടെ ചെന്ന് ഇറങ്ങിയ ഉടനെ ഒരു ബോർഡുമായിട്ടൊരുത്ത് നിൽക്കുന്നു. അവനെ നമുക്ക് പരിചയമില്ല. ഗൾഫിലൊക്കെ സ്ഥിരമായി നടക്കുന്ന കാര്യമാണ്, ഒരു ബോർഡുമായിട്ട് നിൽക്കുന്നു. ഞാൻ പല രാജ്യങ്ങളിലും ചെന്നിറങ്ങുമ്പോൾ പലപ്പോഴും പ്രിയമുള്ളവരെ,
ഈ എയർപോർട്ടിനകത്തോട്ട് ചെന്ന് ഇറങ്ങി നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ ബോർഡുമായിട്ട് നിൽക്കുന്നത് ഏതെങ്കിലും പെണ്ണാണ്. ആ പെണ്ണ് ചിലപ്പം വല്ലോ ഈജിപ്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്ന് വന്ന നമുക്ക് ഭാഷ പരിചയമില്ലാത്ത, മതം പരിചയമില്ലാത്ത, ഒന്നും പരിചയമില്ലാത്ത ഒരു സ്ത്രീ ആയിരിക്കും നിൽക്കുന്നത്. ചിലപ്പോൾ ഞാൻ പോകുന്നത് ദുബായ് പള്ളിയിലേക്കായിരിക്കാം, പക്ഷേ ബോർഡുമായിട്ട് നിൽക്കുന്നത്, എൻ്റെ പേരും പിടിച്ച ബോർഡുമായിട്ട് നിൽക്കുന്ന അങ്ങനെ ഒരാളായിരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ചേട്ടാ ഈ പെണ്ണിൻ്റെ കൂടെ പോയ ദുബായ് പള്ളി ചെല്ലൂ, ഈ പെണ്ണിൻ്റെ കൂടെ പോയ ഷാർജ പള്ളി ചെല്ലൂ എന്ന് നമ്മൾ ചിന്തിക്കുകയില്ല. കാരണം എന്താ? ഈ എന്നെ പരിചയമില്ലാത്ത ഒരാളുടെ കയ്യിൽ എൻ്റെ പേരിരിക്കുന്നത് കണ്ടാൽ അപ്പം മനസ്സിലായിക്കോണം, എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ആൾ അറേഞ്ച് ചെയ്യാതെ ഈ പേര് ഈ വ്യക്തിയുടെ കയ്യിൽ ഉണ്ടാവില്ല. അവർ കൊണ്ട കാശടത്തി ക്രമീകരിക്കാതെ ഈ പേരുമായി ഒരാൾ എന്നെ തേടി വരില്ല. അത് എയർപോർട്ടിനകത്ത്. അതുകൊണ്ട് 100% ഒരു ചോദ്യവും ചോദിക്കാതെ ഇത് ബോർഡ് കണ്ടു കഴിയുമ്പോൾ അവരുടെ അടുക്കലേക്ക് ചെല്ലാൻ പറ്റും. അവരൊന്നും പറയാറില്ല. എന്താണ്? പാസ്പോർട്ടും വിസയും എടുത്തേക്കാൻ പറയും. യാതൊരു പരിചയവുമില്ലാത്ത ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് വലിയ ഉറപ്പോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പാസ്പോർട്ട് പുറത്ത് ആരുടെയെങ്കിലും കൊടുക്കാറില്ല സാധാരണ. നമ്മളെന്ത് ഈ വ്യക്തിയുടെ കയ്യിൽ കൊടുക്കും. അതുമായിട്ട് പോകും, നമ്മളവരുടെ പുറകെ പോകും. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവരെന്ത് ചെയ്യും? അത് കൊടുത്ത് നമ്മളെ ഇറക്കി വിടും. എന്തുകൊണ്ടാണ്? നമ്മൾ ആ വ്യക്തിയെ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് സംശയങ്ങളില്ലാതെ നമ്മൾ ആ വ്യക്തിയുടെ പുറകെ പോകുന്നത്. ഇതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയൊരു ജോലി നൽകാൻ കഴിവുള്ള ഒരുത്തൻ വിട്ടാൽ നിങ്ങൾ പോകും. എന്നാൽ നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ നിങ്ങളോട് ഇന്ന് എൻ്റെ കൂടെ പോരാൻ പറഞ്ഞാൽ നമ്മൾ പോരുമോ? പത്രോസ് പോയി, വള്ളവും വലയും ഉപേക്ഷിച്ച്. കാരണം എന്താ? പത്രോസ് യേശുവിനെ വിശ്വസിച്ചു. കണ്ടോ? അവൻ്റെ വാക്കുകളിൽ വിശ്വസിച്ചു. നമ്മൾ ആരെങ്കിലും പോവുമോ? നമ്മൾ നോക്കാം, അരക്കൈയൊന്ന് നോക്കാം, ഒത്ത വെക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നതല്ലാതെ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിൽ എന്ത് രൂപപ്പെട്ടിട്ടില്ല? വിശ്വാസം രൂപപ്പെട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും നടന്നത് വിശ്വാസം എന്ന പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ പ്ലാറ്റ്ഫോം രൂപപ്പെടാത്ത ഒരു വ്യക്തിയിൽ ദൈവത്തിന് കാര്യമായി പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അപ്പം എന്താണ് വിശ്വാസം എന്ന് നമ്മൾ പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പലതും ഒരുപക്ഷെ വിശ്വാസം ആയിരിക്കില്ല. നമുക്കറിയാം, ലോകത്തിൽ അനേകം തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. എല്ലാ മതങ്ങൾക്കും വിശ്വാസമുണ്ട്. എല്ലാ സഭകൾക്കും വിശ്വാസമുണ്ട്. എല്ലാ വിശ്വാസങ്ങളും തമ്മിൽ നേരിയ വ്യതിയാനങ്ങൾ കാണാനായിട്ടുണ്ട്. അതിൻ്റെ മധ്യത്തിലാണ് നമ്മൾ സഭയായി ഒരു വിശ്വാസത്തിൽ നിൽക്കുക. നമ്മൾ പറയുന്നതാണ് ശരി, മറ്റുള്ളവർ പറയുന്നതാണ് ശരി. ഇതിനകത്ത് നിന്ന് ഏത് ശരിയാണ് നമ്മൾ എടുക്കുക? ഒരെണ്ണത്തിനകത്ത് 2 തെറ്റും 1 ശരിയുമുണ്ടെങ്കിൽ മാത്രമേ, പ്രിയമുള്ളവരെ, ഒരു ശരി നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റത്തുള്ളൂ. നമ്മുടെ PSCയുടെ ടെസ്റ്റൊക്കെ ഇല്ലേ, 2 തെറ്റും 1 ശരിയുമുണ്ടെങ്കിൽ മാത്രമേ ഒരു ശരി അടയാളപ്പെടുത്താൻ പറ്റത്തുള്ളൂ. നമ്മൾ നോക്കുന്ന ആൻസറിനകത്ത് 3 ശരി കിടക്കുക. എന്നാ ചെയ്യും? 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 3 ശരി കിടക്കുക. ഏത് അടയാളപ്പെടുത്തും? കിടക്കുന്നത് 3 തെറ്റ്. അതിനകത്ത് ഏത് അടയാളപ്പെടുത്തും? -മാർക്ക് കൂടി ഉണ്ടെന്ന് വിചാരിച്ചു. അടയാളപ്പെടുത്തിയ -മാർക്ക് കൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് വ്യക്തമായി ശരിയെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പഠനം ഒരു ദൈവ പൈതലിന് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇന്ന് വിശ്വാസത്തെ 2ആയിട്ട് തരംതിരിച്ച് പഠിക്കാം. എത്രയായിട്ട് തരംതിരിക്കാൻ പോകുന്നത്? ഒത്തിരി വിശ്വാസങ്ങളുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് 2ആയിട്ട് തരംതിരിക്കാൻ പോവുകയാണ്. അതിലൊന്ന് അന്ധവിശ്വാസമാണ്. അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. എന്താണ് അന്ധവിശ്വാസം? എന്താണ് അന്ധവിശ്വാസം? അന്ധന്മാരുടെ വിശ്വാസമാണ് അന്ധവിശ്വാസം. അന്ധന്മാരുടെ പ്രത്യേകത കണ്ണു കാണാൻ മേല. അതുകൊണ്ട് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവരങ്ങ് പോവുക. ഇത് ചിലപ്പോൾ വഴിയായിരിക്കും എന്ന് വിശ്വസിച്ച് അവരങ്ങ് പോവുക. അതാണോ വിശ്വാസം? ആണോ? അങ്ങനെ പോകുന്നത് ചിലപ്പം കണ്ടിലാണെങ്കിൽ കണ്ടി പോകത്തില്ലേ? ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അന്ധന്മാർ പോകുന്നത്. ആ പോക്ക് ചിലപ്പോൾ കിണറ്റിൽ പോകാൻ സാധ്യതയുണ്ട്. വിശ്വാസ കുറവുകൊണ്ടാണ് അവർ വഴി കൊണ്ട് എന്ത് ചെയ്യുന്നത്? തപ്പി നോക്കി പോകുന്നത്. താൻ പോകുന്ന വഴി ശരിയോ തെറ്റോ എന്ന് അറിയാൻ മേലാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഇങ്ങനെ തപ്പി പോകുന്നത്.
അപ്പോൾ എന്താണ് അന്ധവിശ്വാസം? അന്ധതയിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന്, അജ്ഞതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വിശ്വാസത്തിന് പറയുന്ന പേരാണെന്ത്? അന്ധവിശ്വാസം. അറിവില്ലായ്മ, അജ്ഞത, അന്ധത, ഈ 3 കാര്യത്തിൽ നിന്നാണ് ഒരു വ്യക്തിക്ക് വിശ്വാസം ഉരുത്തിരിഞ്ഞ് വരുന്നതെങ്കിൽ ആ വിശ്വാസത്തിന് പറയുന്ന പേരാണ് അന്ധവിശ്വാസം. പണ്ട് കാലത്ത് അനേകം തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പ്രിയമുള്ളവർ, രാവിലെ സ്കൂളിലേക്ക് ബാഗും തൂക്കി പോകുമ്പോൾ ഇന്ന് സ്കൂളിൽ പോകാനായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമാണ്. വിദേശ രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പോകാൻ എന്ത് സന്തോഷമാണെന്നറിയോ? കാരണം എന്താ? അവിടെ ചെന്നാൽ ഒറ്റ കാര്യമേ പറയത്തുള്ളൂ, ഒന്നും പഠിക്കേണ്ടെന്ന്. കുഞ്ഞുങ്ങളോട് പറയുന്നത് ഒന്നും കാര്യമായിട്ട് നിങ്ങളൊന്നും പഠിക്കണ്ട. ഒരമ്മയോട് ടീച്ചർ പറഞ്ഞു വിട്ട കാര്യം ഞാനിപ്പോഴും ഓർക്കും. ഒരു അരമണിക്കൂർ മാക്സിമം വീട്ടിൽ പഠിപ്പിച്ചാൽ മതി. നമ്മളാണെങ്കിലോ രാത്രി മുഴുവൻ പഠിപ്പിച്ചിട്ടേ വിടാവുള്ളൂ. അതാണ്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ പഠിപ്പിച്ചാൽ മതി. അതിനുശേഷം കളിക്കാൻ വിട്ടേര്. സ്കൂളിൽ ചെന്നാൽ മൊത്തം കളിയാണ്, പഠിത്തമില്ല. അതുകൊണ്ട് പിള്ളേർക്ക് സ്കൂളിൽ പോകുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയിരുന്നില്ല. രാവിലെ ഒരു പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ പണ്ടത്തെ ബാഗുണ്ട്, അതാണ് നമ്മൾ തോളെ തൂക്കിക്കൊണ്ട് പോകുന്നത്. ആ ബാഗും തൂക്കി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പ്രിയമുള്ളവർ, നമ്മുടെ മനസ്സിൽ ഒറ്റ ഓർമ്മയേ ഉള്ളൂ, ചാക്കോ സാറിൻ്റെ കയ്യിലിരിക്കുന്ന ചൂരവടി. അത് എന്ത് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അടി കിട്ടും. പിന്നെ ഈ വടിക്കകത്തുനിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിട്ട് അന്ന് വലിയ തല്ല് കിട്ടാതെ പോന്നാൽ ഭാഗ്യം. അതുകൊണ്ട് നമ്മളീ പോകുന്ന വഴിയിൽ അടി കിട്ടാതിരിക്കാൻ കണ്ടുപിടിച്ച ഒരു വിശ്വാസമാണ്, പോകുന്ന വഴിയിൽ പാണലലയുണ്ടെങ്കിൽ വലിച്ച് കെട്ടിവെച്ചാൽ മതി. പാണലല കെട്ടിവെക്കുന്ന അന്ന് അടി കിട്ടുകയില്ല എന്നൊരു വിശ്വാസം അന്നത്തെ കാലത്തെ കുട്ടികളുടെ ഇടയിലുണ്ടായിരുന്നു. അവരതുകൊണ്ട് കെട്ടിവെക്കും. അത് വിശ്വാസം പരന്നതോടെ എന്ത് ചെയ്തു? ചാക്കോ സാറിനെ പേടിച്ച് എന്ത് ചെയ്യുകയാണ്? ഇത് ശരിയാണേലും തെറ്റാണേലും കെട്ടിവെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വിശ്വാസം രൂപപ്പെട്ടു. കണ്ടോ, ഒരു വിശ്വാസം രൂപപ്പെട്ടു. അങ്ങനെ ചില ദിവസങ്ങളിൽ ചെല്ലുമ്പോൾ ചാക്കോ സാറിൻ്റെ അടി കിട്ടാതെ വരുന്നു. ആ ദിവസം കറക്റ്റ് നോക്കിയപ്പോൾ പാണലല കെട്ടിയ ദിവസമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാണലലയ്ക്ക് ഒരു സ്ഥാനം കിട്ടി. എന്താണ്? അടിയിൽ നിന്ന് രക്ഷിക്കുക. അതിന് ഏറ്റവും നല്ല മരം എന്താണ്? പാണൽ മരം കെട്ടിവെക്കുക. അപ്പോൾ പാണൽ മരത്തിന് ഒരു ദൈവസ്ഥാനം കിട്ടി. എന്താണ്? നമ്മളെ അടിയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനമാണ് പാണല്. ഇതാ നമ്മൾ ഒരു പൂച്ച വിലങ്ങം ചാടുന്നു, നമ്മൾ പറയും ഇന്ന് കാര്യം സാധിക്കുകയില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ വിശ്വാസമായി. എന്താണ് വിശ്വാസം? ഇതാ ഞാൻ എൻ്റെ ജീവിതത്തെ മുഴുവൻ കാര്യം നടക്കുവോ ഇല്ലയോ എന്ന് നിയന്ത്രിക്കുന്ന വ്യക്തി ആരാ? പൂച്ച. അപ്പോൾ പൂച്ചയ്ക്ക് എന്ത് സ്ഥാനം കിട്ടി? ദൈവസ്ഥാനം കിട്ടി. കണ്ടോ, ദൈവം രൂപപ്പെടുന്നത് കണ്ടോ? ഭൂമിയിൽ ദൈവങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓർക്കണം, ദൈവം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരിക, പലയിടത്തും ദൈവം രൂപപ്പെട്ടു വരികയാണ്. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ദൈവികമായ പല വിശ്വാസങ്ങളും വഴിതെറ്റി അതിൻ്റെ അസ്ഥികൂടം മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. അതിൻ്റെ അകത്തെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് വിശ്വാസത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. അന്ധവിശ്വാസങ്ങൾ, അതൊരു പട്ടികയാണ്. നമ്മളിനി ചിന്തിക്കാൻ പോകുന്നത് സത്യവിശ്വാസത്തെക്കുറിച്ചാണ്. എന്താണ് സത്യവിശ്വാസം? നീ എന്താണ് വിശ്വസിക്കേണ്ടത്? അതാണ് പഠിക്കാൻ പോകുന്നത്. ഒരിക്കൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? എന്താ ചോദിച്ചത്? ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ പറയുന്നു നീ ഏലിയാവാണ്, ചിലർ പറയുന്നു നീ മോശയാണ്, ചിലർ പറയുന്നു നീ പ്രവാചകന്മാരിൽ ഒരുവനാണ്. ഈ പറഞ്ഞത് ഏതെങ്കിലും കാര്യം സത്യമാണോ? ഇത് ഒരു സമൂഹത്തിൻ്റെ വിശ്വാസമാണ്. ഈ വിശ്വാസം സത്യമാണോ? ആണോ? യേശു ഏലിയാവാണോ? അല്ല. യേശു മോശയാണോ? അല്ല. യേശു ജെറമ്യാ പ്രവാചകനാണോ? അല്ല. പിന്നെ യേശു ആരാന്നവർക്ക് അറിഞ്ഞുകൂടാ. ഈ ആളെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇതാണെന്ന് അവരങ്ങ് വിശ്വസിക്കുക. നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുപോലെയാണ്. എന്തെങ്കിലും കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കുക. അപ്പോൾ യേശു ചോദിച്ചു പത്രോസിനോട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഉടനെ പത്രോസ് യേശുവിനോട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. ആരാണ്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. അതുകൊണ്ട്
ഈ സഭയുടെ അടിസ്ഥാന സത്യവിശ്വാസം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്നതാണ്. എന്താണ്? യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. ഇതാണ് എന്ത്? സഭയുടെ അടിസ്ഥാന സത്യവിശ്വാസം. Somebody